ഞാനുണ്ടായിരുന്നു കഴിഞ്ഞ അവിടെ ചെയ്യേണ്ടത് അതൊക്കെ ഇങ്ങനെ എഴുതാനും അങ്ങനെ ഇത് ശരിയാവും അങ്ങനെ അങ്ങനെ അങ്ങനെയൊക്കെ കാര്യങ്ങൾ ശരി അതാണ് ശരി എല്ലാവർക്കും തോന്നിയാൽ അത് ചെയ്യും. അതല്ലാതെ മറ്റൊരു കാര്യം ചെയ്യാം അതിങ്ങനെ എഴുതണം അവനെ പൂട്ടാം അങ്ങനെ പറയുന്ന ഒരു പൊള്ളസംഘമൊന്നും അല്ലത്. വളരെ ന്യായമായിട്ട് കാര്യങ്ങൾ പറയുന്നത് വളരെ ജോയ് മാത്യുവിന് ഞാനാണ് നിർബന്ധിച്ച് പ്രാവശ്യം എക്സിക്യൂട്ടീവിലേക്ക് വന്നു. പുള്ളി പറഞ്ഞ് എന്നൊക്കെ അവിടെ പോയിട്ട് ക്രിസ്ത്യ ഉണ്ടാക്കാനുണ്ട്. പക്ഷേ നിർബന്ധിച്ച് പുള്ളിയെ പറഞ്ഞ് പുള്ളി നോമിനേഷൻ കൊടുത്ത് പുള്ളി അതിനകത്ത് ഇപ്പോൾ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പറാണ്. പുള്ളി തിരിച്ചു വന്നിട്ട് പറഞ്ഞാൽ ഞാൻ കരുതി വെച്ചോടെ വലിയ പ്രശ്നങ്ങളാണ് എൻ്റെ എക്സിക്യൂട്ടീവ് കഴിഞ്ഞ പുള്ളി കണ്ടു പറഞ്ഞാൽ അത് വളരെ നല്ല രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. നല്ല തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവല്ല നല്ല തീരുമാനങ്ങളുടെ മനസ്സുള്ളവരാണ്. പിന്നെ ഈ പറഞ്ഞാൽ ഇവരാരും പൊളിറ്റീഷ്യന്മാർ വലിയ ബുദ്ധിയുള്ള ആളുകളോ കാര്യങ്ങളൊന്നും അല്ല ഈ അഭിനേതാക്കളൊക്കെ. അഭിനേതാക്കളാണെന്നുകൊണ്ട് അവർ കൊണ്ടാക്കി വലിയ കാര്യമാണെന്ന്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുഴപ്പങ്ങളും തെറ്റുകളൊക്കെ ആയിട്ട് വശത്തുണ്ടാകും. എന്താണെങ്കിലും അവരൊക്കെ നല്ലതാണ്. റിപ്പോർട്ടിൽ കാര്യങ്ങൾ പറയുന്നത് അത്തരത്തിലുള്ള ഏതെങ്കിലും അനുഭവങ്ങൾ അതെങ്കിൽ താങ്കളുടെ കാലം ജൂനിയറായിട്ടുള്ള താരങ്ങൾ അല്ലെങ്കിൽ മറ്റേതെങ്കിലും താരങ്ങൾ ഏതെങ്കിലും സമയത്ത് ലാൽചേട്ടനെ അറിയിച്ചതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? ഇല്ല നമ്മുടെ സെറ്റിലൊന്നും അങ്ങനെ ഉണ്ടായിട്ടില്ല. പക്ഷെ ഉണ്ട് എന്നുള്ള കാര്യം സത്യമാണ്. അതുകൊണ്ട് കേട്ടൊക്കെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അതെല്ലായിടത്തും ഉണ്ട്. ഇങ്ങോട്ട് കൈയൊഴിയുകയല്ല, ഇതെല്ലായിടത്തും ഉണ്ട്. പക്ഷെ ഇതിനകത്ത് എല്ലായിടത്തും ഉണ്ടാകാൻ പാടില്ല. എവിടെയും ഉണ്ടാകാൻ പാടില്ല. സിനിമയിലും ഉണ്ടാകുമ്പോൾ ഒരിടത്തും ഉണ്ടാകാൻ പാടില്ല. സിനിമയിൽ സ്വാഭാവികമായിട്ടും കൂടുതലായിരിക്കും. കാരണം വെച്ചാൽ ഒരുമിച്ച് താമസിക്കുകയും ദിവസങ്ങളോളം ഹോട്ടലുകളിൽ ഒരുമിച്ച് അങ്ങനെയൊക്കെ വരുമ്പോൾ അതിന് ചാൻസസ് കൂടുതലുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് ഉണ്ടാവും ഇല്ല എന്ന് പറയുന്ന തർക്കമൊന്നുമില്ല. പക്ഷെ അത് എല്ലായിടത്തും ഒന്നും കരുതണ്ട. വളരെ വൃത്തിയായിട്ട് പോകുന്ന ഒരുപാട് പ്രൊഡക്ഷൻ കാര്യങ്ങളുണ്ട്. അവിടെയും തെറ്റും ഞാനൊക്കെ എൻ്റെ സെറ്റിൽ ഇതൊരു പ്രശ്നം ഉണ്ടായിട്ടില്ല. പക്ഷെ അവിടെയും ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. അതൊക്കെ നമ്മൾ അന്ന് തന്നെ താല്പര്യം കൊടുത്ത് പോയി സംസാരിച്ചു. മുകേഷിനെതിരെ ആരോപണം വരുന്നു. സ്വാഭാവികമായി നടൻ എന്നതിനേക്കാൾ അപ്പുറത്ത് ജനപ്രതിനിധി കൂടിയാണ്. അദ്ദേഹത്തെ ഈ നിലവിൽ ഈ ആരോപണങ്ങൾ കേൾക്കെതിരെ വരുന്നു. അതിൽ നിന്ന് മാറി നിൽക്കണം മാറി നിൽക്കണം എന്നുള്ളതൊന്നും എനിക്കറിയാൻ പറ്റാത്ത കാര്യങ്ങൾ. അതൊക്കെ ഇപ്പോൾ അത് പാർട്ടിയുടെ വക്താവാണെങ്കിൽ അപ്പോൾ അതിന് അവരുടെ കുറേ തീരുമാനങ്ങളൊക്കെ ഉണ്ടാവും. ചിലപ്പോൾ മുകേഷ് ഒറ്റക്കെടുക്കാൻ പറ്റുന്ന തീരുമാനമായിരിക്കണമെന്നില്ല. ചിലപ്പോൾ പാർട്ടി എന്ന് പറയുന്നു രാജിവെക്കണ്ടെന്ന് പറഞ്ഞു ചിലപ്പോൾ രാജിവെക്കേണ്ട എന്താണെങ്കിലും ഞാൻ വലിയ രാഷ്ട്രീയക്കാരനല്ല. അങ്ങനെ രാഷ്ട്രീയപരമായിട്ട് കാര്യങ്ങൾ ചിന്തിക്കുന്ന ആളുകൾ. അതുകൊണ്ട് എന്താണ് ഇവിടെ നടക്കുന്നതെന്ന് എനിക്കറിയില്ല. രാജിവെക്കുന്നതിലൊന്നും അല്ലാന്ന കാര്യം. നമുക്ക് വേണ്ടത് കുഴപ്പങ്ങൾ ആര് ചെയ്തിട്ടുണ്ട് അത് എവിടെയാണെങ്കിലും അവർ ശിക്ഷിക്കപ്പെടണം. അതിനെപ്പറ്റി അന്വേഷണം വേണം. നല്ല അന്വേഷിക്കാൻ കഴിയുന്ന ഉദ്യോഗസ്ഥന്മാരും കാര്യങ്ങളൊക്കെ നമുക്കുണ്ട്. തീർച്ചയായിട്ടും ഉണ്ട്. അതിനകത്തും വലിയ കൈകടത്തലുകളും കാര്യങ്ങളുണ്ടാകും. ഒരു അംഗമെന്ന നിലയിൽ WCC ചർച്ച നടത്തി WCC അംഗങ്ങളെ ഉൾപ്പെടെ അമ്മയുടെ തലപ്പത്തേക്ക് കൊണ്ടുവരാനുള്ള രീതിയിലൊരു ചർച്ച നടക്കുന്നുണ്ടെന്ന് റിപ്പോർട്ടിൽ കൊടുത്തിട്ടുണ്ട്. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇത് റിപ്പോർട്ടായി തന്നെ എഴുതാൻ മതി. അതല്ല ഇതിൽ മൊഴി കൊടുത്തിട്ടുള്ള ഒരുപാട് ആളുകൾ ഈ മൊഴി കൊടുത്തിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്. ഈ റിപ്പോർട്ടായി തന്നെ എഴുതാൻ മതി. അതിന് ക്രിമിനൽ കേസ് എടുക്കേണ്ട പോക്സോ എടുക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതെല്ലാം നിയമ നടപടി നിയമ നടപടിയിലേക്ക് പോകുന്നു. എല്ലാവരുടെയും കുറ്റം ചെയ്തു ആരോപിക്കപ്പെട്ടവരെ പറ്റി കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ രക്ഷപ്പെടണം. അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കണം. കാര്യങ്ങളൊക്കെ ശരിയാണ്. കുറ്റം ചെയ്തവർ തന്നെ ആയിരിക്കണം എന്ന് നിർബന്ധമുണ്ട്. മതി.